നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതി പുറത്തുവന്ന ശേഷം അദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിന് ആരാധകർ ആശങ്കയിലും പ്രാർത്ഥനയിലുമാണ്. പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞ് ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്ന മമ്മൂക്ക ഇപ്പോൾ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുകയാണ്. അതിനായുള്ള മരുന്നുകൾ ഒഴിച്ചാൽ റമദാനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് വീട്ടിൽ നടക്കുന്നത്. അതേസമയം വീട്ടിലേക്ക് സന്ദർശകർക്ക് കർശന വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെന്നൈയിൽ നടക്കുന്ന സിനിമാ താരങ്ങളുടെ പരിപാടിക്കായി നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം ചെന്നൈയിലേക്ക് എത്തിയത്. അവരിൽ പലരും മമ്മൂക്കയെ ഒന്നുപോയി കാണാൻ ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. എന്നാൽ RV പുരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സമയവും കാലവും നോക്കാതെ കയറിച്ചെല്ലാൻ പറ്റുന്നത് ഒരേയൊരാൾക്ക് മാത്രമാണ്. അത് മോഹൻലാലാണ്. RV പുരത്തെ വീട് എന്ന് പറയുന്നത് തികച്ചും സ്വകാര്യമായ അദ്ദേഹത്തിൻ്റെ ഒരിടമാണ്. സിനിമാ ചർച്ചകൾക്കും മറ്റും വരുന്നവർക്ക് തൊട്ടടുത്ത് തന്നെ മറ്റൊരു കെട്ടിടം പണിതിട്ടുണ്ട്. അവിടേക്കാണ് സിനിമാ ചർച്ചകളും മറ്റും നടക്കുക. വീട്ടിലുള്ളവരുടെ സ്വകാര്യതയെ ഒട്ടും തന്നെ ബാധിക്കാത്ത രീതിയിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾക്കും മരുമക്കൾക്കും അവരുടെ കുടുംബക്കാർക്കും ഒഴികെ മറ്റാർക്കും തന്നെ ആ വീട്ടിലേക്ക് ഓടിക്കയറി ചെല്ലാൻ അനുവാദമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബത്തിനും അവരുടെ സ്വകാര്യതയ്ക്കും വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരാളാണ് മമ്മൂക്ക. അതിന്റെ നേർ ഉദാഹരണമായിരുന്നു മമ്മൂക്കയുടെ ഉമ്മ. മരണത്തിനു കീഴടങ്ങിയ സമയത്ത് 100% സ്വകാര്യമായിട്ടായിരുന്നു കൊച്ചിയിലെ വീട്ടിൽ ചടങ്ങുകളെല്ലാം തന്നെ നടത്തിയത്. എന്നാൽ ഇപ്പോൾ മമ്മൂക്ക ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ ആ വീട്ടിലേക്ക് പ്രവേശനം സഹോദരനായും ഉറ്റ സുഹൃത്തായും മമ്മൂക്ക സ്നേഹിക്കുന്ന മോഹൻലാലിന് മാത്രമാണ് ഇപ്പോഴുള്ളത്. പൃഥ്വിരാജാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. നടന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മമ്മൂട്ടി സാറിന്റെ വീട്ടിൽ ചില കർശന നിയമങ്ങളുണ്ട്. അവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ആ നിയമങ്ങൾ ആകെ ഒരാൾക്ക് വേണ്ടി മാത്രമേ മാറ്റപ്പെടുന്നുള്ളൂ. അത് മോഹൻലാൽ സാറിന് വേണ്ടിയാണ്. അദ്ദേഹം സ്വന്തം കുടുംബത്തിന് വേണ്ടി പോലും ആ നിയമങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ല. ആ നിയമങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാണ് പൃഥ്വിരാജ് വ്യക്തമാക്കിയത്. അതേസമയം മമ്മൂക്കയുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതായി ഒന്നുമില്ല എന്നാണ് അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ നൽകുന്ന വിവരം. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന വരാൻ പോകുന്ന ചിത്രമായ L2 എമ്പുരാനിൽ മമ്മൂട്ടിയും ഉണ്ടെന്ന തരത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു. അതിനിടെയാണ് മോഹൻലാൽ ശബരിമലയിൽ പോയി മമ്മൂട്ടിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി വഴിപാട് കഴിച്ച ചീട്ട് സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചത്. 45 വർഷത്തെ സിനിമാ ജീവിതത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒത്തുചേർന്ന് 55 ചിത്രങ്ങളിലാണ് വേഷമിട്ടത്. എപ്പോഴും ഇച്ചാക്ക എന്ന് മോഹൻലാൽ വിളിക്കുന്ന മമ്മൂട്ടി അദ്ദേഹത്തിന് മൂത്ത സഹോദരനെ പോലെയാണ്. ഇവരുടെ കുടുംബങ്ങൾ തമ്മിലും നല്ല ബന്ധമാണുള്ളത്. വളരെ വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലും ഒന്നിച്ച് വേഷമിടുന്നുണ്ട്. ഈ സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിലാണ് മമ്മൂട്ടിയുടെ രോഗവിവരം പ്രചരിച്ചത്. ശബരിമലയിൽ പോയപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നിയെന്ന് മോഹൻലാലും പറഞ്ഞു. അങ്ങനെ ഒരു വഴിപാട് കഴിച്ചു. എന്നാൽ വിശാഖം നക്ഷത്രജാതനായ മുഹമ്മദ് കുട്ടിയുടെ പേരിൽ മോഹൻലാൽ കഴിച്ച വഴിപാടിന്റെ വിവരം പുറം ലോകം അറിയുകയായിരുന്നു പിന്നാലെ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.